ഹായ് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഏറെ ഇൻഫർമേഷനുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോണിന്റെ ഹീറ്റിംഗ് പ്രോബ്ലത്തെ കുറിച്ചും ബാറ്ററി ഡാമേജ് ആകുന്നതിനെ കുറിച്ചും അതിനോടൊപ്പം തന്നെ ഫോണിന്റെ ബാറ്ററിയെ സംബന്ധിച്ചുള്ള ചില തെറ്റായ ധാരണകളെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഫോൺ എന്തുകൊണ്ട് ചൂടാകും? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഫോൺ ഹീറ്റ് ആകുന്നതിന്റെ പ്രധാന കാരണം ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസർ. ഈ പ്രോസസർ വർക്ക് ചെയ്യുമ്പോഴാണ് ഫോൺ ഹീറ്റ് ആകുന്നത്. പ്രോസസർ നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് സെമി കണ്ടക്ടർ കൊണ്ടാണ്. നമ്മൾ ഫോണിൽ ഹെവി ടാസ്ക് ചെയ്യുമ്പോൾ പ്രോസസർ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സമയങ്ങളിൽ ഈ പ്രോസസറിലെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് തമ്മിൽ ഉരസി ഉണ്ടാകുന്ന ഒരു ഹീറ്റ് ഇത് ഫോണിന്റെ എക്സ്റ്റേണൽ പാർട്ടിലേക്ക് സ്പ്രെഡ് ആകുകയും അത് നമ്മളുടെ കൈകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഫോൺ ചൂടാകുന്നതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഫോണിൽ പ്രോസസർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസസർ ഇല്ല എന്നുണ്ടെങ്കിൽ ഫോണും ഇല്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഫോൺ ചൂടാകുക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ഫോണുകളും ചെറിയ തോതിൽ ചൂടാകാറുണ്ട്. എന്നാൽ ഇത് ഓവർ ഹീറ്റ് ആകുന്നത്, ഹീറ്റിന്റെ വർദ്ധിക്കുന്നതിന്റെ കാരണം നമ്മൾ ഒരേ സമയത്ത് ഒന്നിലധികം വർക്കുകൾ ഈ പ്രോസസറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രോസസറിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫോൺ കൂടുതൽ ചൂടാവും. അതായത് നമ്മൾ ഫോണിൽ എന്തെങ്കിലും ഡൗൺലോഡിങ്ങിന് ഇട്ടിരിക്കുകയാണ്, അതിനോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ കാണുന്നു, അതിനുശേഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, 4K വീഡിയോ അല്ലെങ്കിൽ സ്ലോ മോഷൻ വീഡിയോ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഹെവി ടാസ്കുകളാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോണിന്റെ പ്രോസസ്സ് കൂടുതൽ വർക്ക് ചെയ്യും, ഫോൺ കൂടുതൽ ഹീറ്റ് ആകാൻ ഇടയാകുകയും ചെയ്യും. ഫോൺ ചൂടാകാനുള്ള മറ്റൊരു റീസൺ ആണ് ഫോൺ സ്ലിം ആകുന്നത്. അതായത് ഫോണിന്റെ സൈസ് ഇപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കമ്പനികളും അവരുടെ ഫോൺ എത്ര മനോഹരമാക്കാൻ സാധിക്കുമോ അത്രയും മനോഹരമായിട്ടാണ് ഫോണുകൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നത്. കാരണം ഭയങ്കര കോമ്പറ്റീഷൻ ആണ് മൊബൈൽ വിപണിയിൽ. ഇപ്പോൾ എത്രയും സൈസ് കുറയുന്നു അത്രയും ഫോൺ ഹീറ്റ് ആകാനുള്ള സാധ്യതയും കൂടാറുണ്ട്. അതിന് കാരണം ഫോണിനുള്ളിൽ ജനറേറ്റ് ആകുന്ന ഒരു ഹീറ്റ് അതിനുള്ളിൽ തന്നെ സ്പ്രെഡ് ആയി തീരാനായിട്ടുള്ള സ്പേസ് ഫോണിനുള്ളിലില്ല. അത് ഫോണിന്റെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ രീതിയിലൊരു ഹീറ്റ് അകത്തുണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് വെളിയിൽ അറിയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു ഹീറ്റ് ഫോണിൽ ജനറേറ്റ് ആകും. അപ്പോൾ ആ ഹീറ്റ് നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്. ഏത് ഫോൺ ചാർജ് ചെയ്യുകയോ ഡിസ്ചാർജ് ആകുകയോ ചെയ്യുന്ന സമയത്ത് ഫോണിൽ ഹീറ്റ് ജനറേറ്റ് ആകും. അത് നോർമലായിട്ട് വന്ന് നോർമലായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓവർ ഹീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോൺ ഓവർ ഹീറ്റ് ആകും. അതായത് ഫോൺ ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോൺ ഹീറ്റ് ആവും. അങ്ങനെ ഓവർ ഹീറ്റ് ആകുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ഫോൺ ചൂടായി കഴിഞ്ഞാൽ, ഹീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒന്ന് കൂൾ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് പഴയ പോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോൺ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വളരെ കുറവാണ്. ഫോണിന്റെ ബാറ്ററി ഡാമേജ് ആകാനുള്ള 1-2 കാര്യങ്ങളൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ ഫോൺ ഓവർ ഹീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റാത്തതുപോലെ ഫോൺ ഹീറ്റ് ആകുകയാണെങ്കിൽ അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. ഉടൻ തന്നെ നമുക്ക് ആ ഫോൺ സർവീസ് സെന്ററിൽ കൊടുത്ത് ഒന്നുകിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു കാരണമാണ് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. രണ്ടാമതായിട്ട് ഓവർ ചാർജിങ്. ഓവർ ചാർജിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിനൊപ്പം ലഭിക്കുന്ന ചാർജർ ഉപയോഗിച്ച് നിങ്ങൾ ഫോണ് കണ്ടിന്യൂസ് ആയിട്ട് ചാർജിങ്ങിൽ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. എന്നാൽ നിങ്ങൾ സെയിം വോൾട്ടേജോ സെയിം ഔട്ട്പുട്ടോ അല്ലാത്ത ചാർജറുകൾ, ഏതെങ്കിലും ലോക്കൽ കമ്പനിയുടെ ചാർജറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും നൽകുക. അതുകൊണ്ട് സെയിം ആയിട്ടുള്ള ചാർജറുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് കമ്പനിയുടെ ഫോണാണോ വാങ്ങിയത് അതേ കമ്പനിയുടെ ചാർജർ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾ സാംസങ്ങിന്റെ ഫോണിൽ മോട്ടോറോളയുടെ ചാർജർ ഉപയോഗിക്കാൻ സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളുടെ ചാർജർ ഉപയോഗിക്കാം. അതുകൊണ്ട് ഫോണ് ബ്ലാസ്റ്റ് ചെയ്യുകയോ ഓവർ ഹീറ്റ് ആകുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. എന്നാൽ ലോക്കൽ കമ്പനികളുടെ ചാർജറുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക. അതിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ ഫോൺ ഓവർ ഹീറ്റ് ആകാനും ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സ്മാർട്ട് ഫോണുകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ന്യൂസ് ഇതേപോലെ കേൾക്കാറുണ്ട്. ഫോൺ ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസവും ഞാൻ ഇതേപോലെ ഒരു ന്യൂസ് എവിടെയോ കണ്ടു. അതില് ഫോൺ ബ്ലാസ്റ്റ് ആയിട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായ ഒരു ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. എന്നാൽ ഫോൺ ബ്ലാസ്റ്റ് ആയതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ ആയിട്ട് വളരെ ചുരുങ്ങിയ റിപ്പോർട്ടുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കോടിക്കണക്കിന് ഫോണുകൾ വിപണിയിലുണ്ട്. അതിൽ ഒരു 0.01% ഫോണുകൾ ബ്ലാസ്റ്റ് ചെയ്ത വിവരങ്ങൾ മാത്രമേ ഒഫീഷ്യലായിട്ട് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് ഇതേപോലെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും പ്രചരിക്കാറുണ്ട്. ഇതിന്റെ ഒന്നും പിറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത്
ഉപയോഗിക്കുന്നെങ്കിൽ ഒരു രീതിയിലുള്ള ഡാമേജും അതിൽ ഉണ്ടാകാൻ ഇടയില്ല. നമ്മൾ ഫോണിന്റെ ബാറ്ററി ആവശ്യത്തിലധികം പ്രസ് ചെയ്യാതെ ഇരിക്കുക, ഫോണിന്റെ മണ്ടയ്ക്കേറി ഇരിക്കാതെ ഇരിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ഉപയോഗിക്കാതെ ഇരിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് കേബിൾസ് ഫോണിൽ ഉപയോഗിക്കാതെ ഇരിക്കുക ചാർജിങ്ങിന്റെ സമയത്ത്. ഇപ്പോൾ വരുന്ന ഫോണുകളൊക്കെ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ബാറ്ററി ഉള്ള ഫോണുകളാണ്. അങ്ങനെയുള്ള ഫോണുകൾ ഓപ്പൺ ആക്കി സ്വന്തമായി ബാറ്ററി റിമൂവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാതെ ഇരിക്കുക. ഇങ്ങനെയുള്ള ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് കൂടുതൽ ഫോണുകളും ബ്ലാസ്റ്റ് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണുകൾ ബ്ലാസ്റ്റ് ആകുന്നതിനെ കുറിച്ചും ഹീറ്റ് ആകുന്നതിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ചെറിയ ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അക്കാര്യം നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെയായിട്ടുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായിട്ടുള്ള ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്തേക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.